ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 3 ചേരുവകൾ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു കാരമൽ പുഡിംഗ് തയ്യാറാക്കുന്ന വിധമാണ്. അതിനായി ഞാനൊരു പാത്രം എടുത്ത് 250 ml പാല് 2 കപ്പ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 500 ml പാലാണ് എടുത്തിട്ടുള്ളത്. ഈ പാലൊന്ന് അടുപ്പത്ത് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് ഈ ഏലക്ക ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ പാല് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. പാല് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഒരു 1/4 കപ്പ് പാൽപ്പൊടിയാണ് ഞാൻ ഇവിടെ ചേർത്തിട്ടുള്ളത്. പാൽപ്പൊടി ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും പാല് നല്ലൊരു തിക്നെസ്സും കിട്ടും. അപ്പം നമുക്ക് ഇത് കട്ടയില്ലാതെ നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു പാല് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ പാല് ഒത്തിരി ഒന്ന് തിക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല. ഒന്ന് തിള വരുന്ന സമയത്ത് നമുക്കത് ഇറക്കി വെച്ച് നന്നായി ഇളക്കി കൊടുത്ത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഈ ഒരു രൂപത്തിൽ മതി. അതിനുശേഷം ഇതൊന്ന് നമുക്ക് ഇറക്കി വെക്കാം. ഇനി മറ്റൊരു പാൻ എടുത്ത് അതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇതേപോലെ താഴെയായി ഇട്ട് ഇത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്കുള്ള കാരമൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് കാരമലാക്കി എടുക്കാം. നിങ്ങൾ ഇതുപോലെ നോൺ സ്റ്റിക്ക് പാൻ എല്ലാം എടുക്കുന്നതുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം കാരമൽ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഈ ഒരു രൂപത്തിലേക്ക് ആയിട്ടുണ്ടെങ്കിൽ വീണ്ടും നന്നായി ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പം നമുക്ക് ഏകദേശം കാരമലായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളിത് ഒത്തിരി അങ്ങോട്ടേക്ക് കരിയിച്ചെടുക്കരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പം നമുക്ക് ഏകദേശം കാരമലായി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ കാരമലിലേക്ക് നേരത്തെ തിളപ്പിച്ച് മാറ്റി വെച്ച പാല് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇത് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേണം നമുക്കിത് ചേർത്ത് കൊടുക്കാൻ. ഇനി ഈ കാരമലെല്ലാം ഈ പാലിൽ കിടന്നിട്ട് നന്നായി ഒന്ന് മെൽറ്റായി വരട്ടെ. നമുക്കിത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ട് വെച്ച് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അത് മെൽറ്റാവണ സമയം കൊണ്ട് 250 മില്ലി വെള്ളം അടുപ്പത്ത് വെച്ച് ഞാൻ ഇതൊന്ന് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ചൈന ഗ്രാസ് 10 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഈ തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ 10 ഗ്രാം ചൈന ഗ്രാസ് ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് പെട്ടെന്ന് മെൽറ്റായി കിട്ടണം എന്നുണ്ടെങ്കിൽ 10-15 മിനിറ്റ് ഈ ഒരു കപ്പ് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്തിട്ടൊന്ന് മെൽറ്റാക്കി എടുത്താലും മതി. അപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടും. ഇപ്പോൾ ഇത് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ട്. അപ്പോൾ അത് പാലിൻ്റെ മിക്സിൽ കിടന്നിട്ട് നന്നായി ഇതൊന്ന് മെൽറ്റായിക്കോളും. അപ്പോൾ നമുക്ക് ഈ ഒരു മിക്സിങ് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചൈന ഗ്രാസ് ചേർക്കുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് വെച്ച് വേണം ചേർക്കാൻ. നമ്മൾ ചൈന ഗ്രാസ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് രണ്ടും ഒരേ ചൂടായിരിക്കണം കേട്ടോ. എന്നിട്ട് ഈ പാലിൽ കിടന്നിട്ട് ഈ ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഇത് ഓപ്ഷനിലാണേ. ഞാനൊരു 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷനലാണ്. അപ്പോൾ ഇതിൽ മധുരം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് മധുരം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കുക. അപ്പം ഏകദേശം ഇത് മെൽറ്റായി വന്നിട്ടുണ്ട്. ഒത്തിരി സമയം എടുത്തിട്ട് ഇത് ഒരുപാട് കട്ടിയാക്കി എടുക്കണ്ട. ഈ ഒരു രൂപത്തിൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ ഈ ഒരു പ്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ട്രേ വേണമെങ്കിലും ഉപയോഗിക്കാം. സ്റ്റീലിൻ്റെ പ്ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. അല്ല ബട്ടർ ആയാലും മതി. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഗ്ലാസിൻ്റെ ബൗളാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നെയ്യൊന്നും പറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലാതെ തന്നെ അത് പെട്ടെന്ന് വിട്ടിട്ട് വരും. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാം. അതിനായിട്ടൊന്ന് അരിച്ചിട്ട് വേണം കേട്ടോ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ. എന്താന്ന് വെച്ചാൽ ചൈന ഗ്രാസിൽ ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാകും. അതുപോലെ തന്നെ ഏലക്കേൻ്റെ ചെറിയ പൊടികളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്കൊന്ന് തരിച്ചിട്ട് ഇതേപോലെ നമുക്ക് ഒഴിച്ചെടുക്കാം. ഇനി ഇതേപോലെ ചെറിയ ബബിൾസ് എല്ലാം ഇതിലുണ്ടാകും. ഇതെല്ലാം നമുക്കൊന്ന് മാറ്റിയെടുക്കാം. കാണാൻ ഭംഗിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് നല്ല നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു രൂപത്തിൽ കിട്ടും.
ഇനി ഇതൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ സാധാ നിലക്കടലയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിലക്കടല ചെറുതായി പൊടിച്ചെടുത്ത് ഇതിൻ്റെ മുകളിൽ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിലക്കടലയോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയാണ്ട് ഇടാം. കടല ആവുന്ന സമയത്ത് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാകും. ഇത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഒത്തിരി അങ്ങോട്ടേക്ക് പൊടിഞ്ഞു പോണ്ട, കുറച്ച് തൊലിയും കൂടി ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗി ഉണ്ടാകും. നിങ്ങൾക്ക് ഇതിലേക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവർനൈറ്റ് ഇത് സെറ്റ് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 4-5 മണിക്കൂർ ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അടിപൊളി പുഡിംഗ് ഇവിടെ റെഡിയാകും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നന്നായി ഒന്ന് തണുപ്പിച്ചെടുക്കണം, എന്നാലേ പുഡിംഗ് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. പിന്നെ ഇതേപോലെയുള്ളൊരു പരന്ന പ്ലേറ്റിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ പുഡിംഗ് പെട്ടെന്ന് സെറ്റായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പുഡിംഗ് ആണ്. അപ്പം നിങ്ങൾ വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.